യുവതികളുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ഗുരുതര ആരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ സ്ഥാനം രാജിവെക്കില്ല. രാഹുലിനെതിരായ നടപടി സസ്പെൻഷനിൽ ഒതുങ്ങും. ഉപതെരഞ്ഞെടുപ്പുണ്ടായാൽ വെല്ലുവിളിയാകുമെന്ന വാഗ്ദാനമാണ് എംഎൽഎ സ്ഥാനം രാജിവെക്കുന്നതിന് തടസ്സമായി കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത്. ആഭ്യന്തര അന്വേഷണത്തിന് സമിതിയെ നിയോഗിക്കുന്ന കാര്യത്തിൽ തീരുമാനം ഉടനുണ്ടാകും. രാഹുലിനെതിരായ പാർട്ടി നടപടി എന്തെന്ന് കെപിസിസി അധ്യക്ഷൻ ഇന്ന് തന്നെ വിശദീകരിക്കും. അല്ല, അതിൻ്റെ അകത്ത് കൂടിയാലോചന ആവശ്യമുണ്ടല്ലോ. ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് രാജിയെപ്പറ്റി ആലോചിക്കുമ്പോൾ അത് പാർട്ടിക്ക് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അത് എല്ലാ തലങ്ങളിലും AICCയുടെ തലത്തിലും KPCCയുടെ തലത്തിലും ആലോചനയുമായി മുമ്പോട്ട് പോകുന്നു. അത് വളരെ മാതൃകാപരമായ ഉചിതമായ ഒരു തീരുമാനമായിരിക്കും ഉണ്ടാകും. ഈ പരാതികൾ വരുന്നു എന്ന് പറഞ്ഞാൽ പരാതികളൊക്കെ നിയമപരമായി പോകട്ടെ, അതല്ലേ കുറേം കൂടി നല്ലത്. നിയമപരമായി പോകട്ടെ. കോൺഗ്രസ് ഒട്ടും പ്രതിരോധത്തിലല്ല നിലവിൽ. കാരണം ഞാൻ ചോദിക്കുന്നത് CPM-ഉം BJP-യും ഒക്കെ പ്രതിരോധത്തിലായ പോലെ ഞങ്ങൾ ഒരിക്കലും പ്രതിരോധത്തിലല്ല. കാരണം ഞങ്ങൾ കൃത്യമായ നടപടിയെടുത്തല്ലോ. ഞങ്ങൾ മാറി നിൽക്കാൻ പറഞ്ഞു, രാജിവെച്ച് മാറി നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ രാജിവെച്ച് മാറി നിൽക്കാൻ പറഞ്ഞതിന് ശേഷം പിന്നെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ രാജിവെക്കണമെന്ന ഈ പറയുന്ന പോലെ ഏറ്റവും അധികം തെറ്റുകൾ ചെയ്ത BJP-യുടെയും CPM-ന്റെ നേതാക്കൾ തന്നെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജനപ്രതിനിധി സ്ഥാനം രാജിവെക്കണമെങ്കിൽ ഇനി ഇമ്മീഡിയറ്റ് ഇപ്പോൾ പൊതു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇനി ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് മേൽ വലിയൊരു ഭാരം അടിച്ചേൽപ്പിക്കുന്നതും കൂടിയായിരിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തൊരു ലീഗൽ ഒപ്പീനിയൻ എടുത്തതിന് ശേഷം വേണ്ട രീതിയിലുള്ള തീരുമാനം നേതൃത്വം എടുക്കുന്നതാണ്. രാജി എന്നുള്ളതിനെക്കുറിച്ച് ആലോചനയുണ്ട്. പക്ഷേ രാജി വെക്കുമ്പോൾ പോലും നമുക്ക് അതിൻ്റെ മറ്റു വശങ്ങൾ കൂടി ആലോചിക്കണമല്ലോ. ഇവർ 6 മാസത്തിനുള്ളിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന കാര്യങ്ങൾ കൂടി, പാർട്ടി എന്ന് പറയുന്നത് ഓരോരുത്തരുടെ അഭിപ്രായം എന്നുള്ളതല്ലല്ലോ. ഇതിനകത്ത് പൊതുവായി ചിന്തിക്കേണ്ട ഒരു പ്രസ്ഥാനം എന്നുള്ളതിൽ ചിന്തിക്കേണ്ട നിരവധി കാര്യങ്ങൾ മറ്റുണ്ടല്ലോ. ഇല്ല, ഓരോരുത്തർ അവരവരുടെ അഭിപ്രായം പറഞ്ഞു. ഓരോരുത്തർ പറഞ്ഞ അഭിപ്രായത്തെക്കുറിച്ചൊന്നും ഞാനൊന്നും പറയുന്നില്ല. ഞാൻ പാർട്ടി നിലപാടാണ് ഇപ്പോൾ പറഞ്ഞത്. പാർട്ടിയുടെ നിലപാടനുസരിച്ച് ഉചിതമായ ഒരു തീരുമാനത്തെക്കുറിച്ച് KPCC പ്രസിഡന്റ് പറയുന്നതായിരിക്കും. തെരഞ്ഞെടുപ്പ് അടക്കം അതിനെല്ലാം തന്നെ നേരിടേണ്ടി വരുമല്ലോ. അത്രയും ഭയം അങ്ങനെ നിൽക്കുന്നുണ്ടോ രാജിവെച്ചാൽ? അത് തന്നെയാണ്. ഉപതെരഞ്ഞെടുപ്പൊക്കെ വരുന്നത് ഇപ്പോൾ ഒരു പൊതുതെരഞ്ഞെടുപ്പ് വരുന്നതിന് തൊട്ട് മുമ്പ് വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ തിരിച്ചും ആലോചിക്കേണ്ടതായിട്ട് വരുമായിരിക്കും. അതെന്താന്നുള്ള ഒരു തീരുമാനം പാർട്ടി ഇതുവരെ നിലവിൽ എടുത്തിട്ടില്ല. പാർട്ടിയെ കുറിച്ച് പറയും. ദീപ്തി മേരി വർഗീസിന്റെ പ്രതികരണമാണ് പ്രേക്ഷകർ കേട്ടത്. അതേസമയം മുതിർന്ന നേതാക്കൾക്കും വനിതാ നേതാക്കൾക്കും മാധ്യമ പ്രവർത്തകർക്കുമെതിരായ സൈബർ ആക്രമണത്തിൽ അമർഷത്തിലാണ് പാർട്ടി നേതൃത്വം. സൈബർ പടയെ നിയന്ത്രിക്കുന്നതിന് പിന്നിൽ കോൺഗ്രസിലെ 2 യുവ നേതാക്കൾക്ക് പങ്കുണ്ടെന്നാണ് സംശയം. ഇക്കാര്യങ്ങളിൽ അടക്കം പരിശോധിക്കണമെന്നാണ് മുതിർന്ന നേതാക്കളുടെ ആവശ്യം. ഡാൻ കുര്യൻ നൽകും കൂടുതൽ വിശദാംശങ്ങൾ. ഡാൻ, എന്തായാലും പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഭയക്കുന്നു കോൺഗ്രസ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ രാജിവെച്ചേ മതിയാകൂ എന്ന് പറഞ്ഞ നേതൃത്വത്തിലെ ഓരോരുത്തരടക്കം ഇപ്പോൾ അയയുന്ന സാഹചര്യം കണ്ടത്. രാജിയില്ല, പകരം സസ്പെൻഷൻ എന്ന തരത്തിലോട്ടടക്കം കാര്യങ്ങൾ നീങ്ങുന്നു. എന്താണ് ഡാൻ കോൺഗ്രസിന്റെ സ്ട്രാറ്റജി? അത്തരത്തിലൊരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ അത് കോൺഗ്രസിന് ഉണ്ടാക്കാനിടയുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു ബോധ്യം ഉള്ളതിനാലാണ് നയപരമായ ഒരു തീരുമാനം എന്നവണ്ണം നടപടി എടുത്തോ എന്ന് ചോദിച്ചാൽ എടുത്തു. പക്ഷേ അതിന്റെ പേരിൽ പാർട്ടിക്ക് പരിക്കേൽക്കാനും പാടില്ല. അങ്ങനെ ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുന്നത്. പക്ഷേ ഇപ്പോഴും മുതിർന്ന നേതാക്കളെ അലട്ടുന്ന കാര്യം ഇനിയും ചില ശബ്ദ സംഭാഷണങ്ങൾ കൂടി പുറത്തു വരാൻ ഇടയുണ്ട് എന്നൊരു സൂചന പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർക്കുണ്ട്. അങ്ങനെ 2 ശബ്ദ സംഭാഷണങ്ങൾ കൂടി പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ഇപ്പോഴുണ്ടാക്കിയിരിക്കുന്ന സ്ഥിതിയിൽ നിന്ന് കാര്യങ്ങളുടെ ഗൌരവം കൂടുതൽ വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് എത്തും. അതുമായി ബന്ധപ്പെട്ട വ്യക്തമായ വിവരങ്ങൾ പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞ ദിവസം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഹൈക്കമാൻഡ് നേതൃത്വത്തെ അദ്ദേഹം MLA സ്ഥാനത്ത് തുടരാനും രാഹുൽ യോഗ്യനല്ല എന്ന ഉറച്ച നിലപാട് ആവർത്തിക്കുന്ന സാഹചര്യമുണ്ടായത്. പക്ഷേ കഴിഞ്ഞ ദിവസം മൗനം വെടിഞ്ഞ് പരസ്യമായി രാഹുലിനെതിരെ പ്രതികരിച്ച് പൊതു രാഷ്ട്രീയ രംഗത്ത് നിന്ന് തന്നെ പൊതുജീവിതത്തിൽ നിന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി നിൽക്കണമെന്ന ശക്തമായ നിലപാടെടുത്ത ഉമാ തോമസ്, ദീപ്തി മേരി വർഗീസ്, അതോടൊപ്പം തന്നെ ഷാനിമോൾ ഉസ്മാൻ തുടങ്ങിയ ബിന്ദു കൃഷ്ണ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് എതിരെയും വനിതാ നേതാക്കൾക്കെതിരെയും അതോടൊപ്പം രമേശ് ചെന്നിത്തല, VD സതീശൻ, KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾക്കെതിരെ വ്യാപകമായ സൈബർ ആക്രമണം ഇന്നലെ മുതൽ നടന്നുകൊണ്ടിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ. ഈ സൈബർ ആക്രമണങ്ങൾക്ക് പിന്നിൽ 1.5 ലക്ഷം പേർ അംഗങ്ങളായ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയാണെന്നും
ഈ കമ്മ്യൂണിറ്റിയെ നിയന്ത്രിക്കുന്നത് കോൺഗ്രസിന്റെ ഒരു യുവ നേതാവാണ് എന്നുമാണ് കോൺഗ്രസ് നേതൃത്വത്തിന് ലഭിച്ചിരിക്കുന്ന സൂചന. അങ്ങനെ 2 യുവ നേതാക്കളുടെ നേതൃത്വത്തിലാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയും വനിതാ നേതാക്കളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് ഇങ്ങനെ വ്യാപകമായ അപകീർത്തികരമായ പരാമർശങ്ങൾ സൈബർ ഇടങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കൃത്യമായ വിവരങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് പാർട്ടി നേതൃത്വം കടക്കും എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. പരാതിയൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ലല്ലോ എന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുമ്പോഴും പിന്നെ എന്തിനാണ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചൊഴിഞ്ഞത് എന്ന മറു ചോദ്യമാണ് കോൺഗ്രസിലെ തന്നെ മറ്റ് നേതാക്കൾ ചോദിക്കുന്നത്. രാഹുൽ ചെയ്ത തെറ്റിന് പാർട്ടി മുഴുവൻ വില കൊടുക്കേണ്ട ഗതികേടിലേക്ക് എത്തിച്ചതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം രാഹുലിനാണെന്നും ഇനിയും സംരക്ഷിക്കുന്ന ഒരു നിലപാടെടുത്താൽ പാർട്ടി മുഴുവൻ അതിന് വില കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്നൊരു പൊതുവികാരം നേതൃത്വത്തിനുണ്ട്. പക്ഷേ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ രാജിവെച്ചൊഴിയുന്നതിന് പിന്നാലെ വരുന്ന ബീഹാർ ഇലക്ഷനോടൊപ്പം കേരളത്തിലും 2 സ്ഥലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് രാഷ്ട്രീയമായി കോൺഗ്രസിന് തിരിച്ചടി സമ്മാനിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നയിക്കും. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് തൽക്കാലം രാജി എന്ന കടുത്ത തീരുമാനത്തിലേക്ക് കടക്കുന്നതിന് പകരം അവിടെയാണ് നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഞങ്ങൾ ആദർശധീരരാണ്, ഞങ്ങൾ ആർജവമുള്ളവരാണ്, മറ്റു പാർട്ടിക്കാരെ നോക്കുന്നവരല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ തീരുമാനമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന മുതിർന്ന നേതാക്കളെ നമ്മൾ ഇന്നലെ ഓരോരുത്തരെയും കണ്ടതാണ്. പക്ഷേ അതൊക്കെ അതെന്തിനായിരുന്നു? അല്ലെങ്കിൽ താൻ ശൗര്യമുള്ളയാളാണ് എന്ന് കാണിക്കാനുള്ള ഓരോ നേതാക്കളുടെയും പ്രഹസനം മാത്രമായിരുന്നു അത്, അല്ലെങ്കിൽ ആ ഒരു വാചാലത മാത്രമായിരുന്നു അത്? പ്രത്യേകിച്ച് ഇന്ന് നേരം പുലർന്നപ്പോഴത്തേക്ക് നമ്മൾ അറിയുന്നു സസ്പെൻഷനിലോട്ട് കാര്യങ്ങൾ ഒതുങ്ങുകയാണ് എന്ന്. അല്പസമയത്തിനകം ഇന്നലെ കടുത്ത നിലപാടെടുത്ത കെ മുരളീധരൻ, അതായത് ആദ്യം രാഹുലിനെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ടോ എന്ന സംശയമുണ്ടോ എന്ന പ്രതികരണവുമായി രംഗത്തെത്തിയത് കെ മുരളീധരനായിരുന്നു. അതേ മുരളീധരൻ ഇന്നലെ ശക്തമായ നിലപാടെടുത്തിരുന്നു. പുറത്തുവരുന്ന സംഭാഷണങ്ങൾ കാര്യങ്ങളുടെ ഗൌരവം വർദ്ധിപ്പിക്കുന്നതാണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ പാർട്ടി ഗൌരവകരമായി തന്നെ തുടർ നടപടികളിലേക്ക് കടക്കും എന്ന് മാധ്യമങ്ങളോട് രാവിലെ പ്രതികരണം നടത്തിയത് മുരളീധരൻ തന്നെയാണ്. അതേ മുരളീധരൻ അല്പസമയത്തിനകം അദ്ദേഹത്തിന്റെ വസതിയിൽ മാധ്യമങ്ങളെ കാണും. ഒരുപക്ഷേ കോൺഗ്രസ് നേതൃത്വത്തിലെ ഒരു വലിയ വിഭാഗം നേതാക്കൾ ഈ വിഷയത്തോട് പുലർത്തുന്ന ഇപ്പോഴത്തെ സമീപനം എന്തായിരിക്കും എന്നത് കെ മുരളീധരന്റെ വാക്കുകളിൽ വ്യക്തമാകുമെന്ന് തന്നെയാണ് സൂചന. അതോടൊപ്പം പുറത്തുവരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പാലക്കാട്ടേക്ക് ഒരു തരത്തിലും രാഹുൽ മാങ്കൂട്ടത്തിനെ ഇനി ഒരു പരസ്യ പരിപാടികളിലും പൊതുപരിപാടികളിലും പങ്കെടുപ്പിക്കരുത് എന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകരുത് എന്ന ആവശ്യവുമായി പാലക്കാട് DCCയിലെ ഒരു വിഭാഗം നേതാക്കൾ ഹൈക്കമാൻഡിനെ സമീപിച്ചിട്ടുണ്ട്. ഹൈക്കമാൻഡിനോട് തന്നെ അവർ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങൾ കൂടി പുറത്തുവരുന്നുണ്ട്. അങ്ങനെയൊരു ഉറപ്പ് പൊതുസമൂഹത്തിന് നൽകാൻ KPCC നേതൃത്വം തയ്യാറാകണമെന്ന വികാരത്തിലാണ് നേതാക്കളിൽ ഒരു വിഭാഗം. അങ്ങനെ ഒരു പ്രതികരണം ഒരുപക്ഷെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഈ നടപടി വിശദീകരിച്ചുകൊണ്ട് മാധ്യമങ്ങളെ കാണുമ്പോൾ ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് സൂചന. നിലവിലെ സാഹചര്യത്തിൽ രാഷ്ട്രീയമായി കോൺഗ്രസിന് ഇതുണ്ടാക്കിയിരിക്കുന്ന പൊല്ലാപ്പ് ചെറുതല്ല. അതിനിടയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ കൂടി നേരിടുന്ന സാഹചര്യമുണ്ടായാൽ സംഘടനാ സംവിധാനം മുഴുവൻ അതിനുവേണ്ടി സജ്ജമാക്കേണ്ടി വരും. അതിന് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി പാർട്ടി മുമ്പോട്ട് പോകുന്നതിനിടയിൽ അങ്ങനെയൊരു ഉപതെരഞ്ഞെടുപ്പിന് അറിഞ്ഞുകൊണ്ട് അവസരമൊരുക്കിയാൽ അതിന്റെ തിരിച്ചടി വളരെ വലുതായിരിക്കുമെന്നൊരു വിലയിരുത്തലിലാണ് കോൺഗ്രസ് നേതൃത്വം. അതോടൊപ്പം BJPക്ക് അത് ഗുണം ചെയ്യുമോ എന്നൊരു വലിയ ആശങ്കയും നേതൃത്വത്തിനുണ്ട്. അങ്ങനെ വന്നാൽ അതിന്റെ പ്രതിഫലനം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുമെന്ന വിലയിരുത്തലിലാണ് കടുത്ത തീരുമാനത്തിൽ നിന്ന് അയഞ്ഞ് സസ്പെൻഷനിൽ പാർട്ടി നടപടികൾ ഒതുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി നേതൃത്വം എത്തുന്നത്.